കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും DFO ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ചരിത്രപരമായ കെട്ടിടങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രശസ്തമായ ഒന്ന് നിലമ്പൂരിലെ DFO ബംഗ്ലാവാണ്. ഇതിൻ്റെ ചരിത്രങ്ങളും വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂർ ടൗണിൽ നിന്നും ഏകദേശം 1.9 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ. നിലമ്പൂർ കാടുകളുടെ ചരിത്രം ഏകദേശം 1840 മുതൽ തുടങ്ങുന്നു. അക്കാലത്ത് മലബാർ ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചത്. 1898 ചന്തക്കുന്നിന് മുകളിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അന്ന് സബ് കൺസർവേറ്റർ എന്ന പേരിലാണ് DFO അറിയപ്പെട്ടിരുന്നത്. സ്മിത്ത് എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ആദ്യത്തെ സബ് കൺസർവേറ്റർ. അക്കാലത്ത് മലബാർ ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരായിരുന്നു. മണ്ണാർക്കാട്, വയനാട്, ഗൂഡല്ലൂർ തുടങ്ങിയ വലിയ വനമേഖലകൾ ഇതിൻ്റെ കീഴിലുണ്ടായിരുന്നു. DFO സബ് കൺസർവേറ്റർ എന്ന പേരിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. 1921 മലബാർ കലാപകാലത്ത് DFO ബംഗ്ലാവ് അഗ്നിക്കിരയായി. പിന്നീട് 1924 ഇത് ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിച്ചു. 1928 നിലമ്പൂരിലെത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ മറ്റൊരു സർക്കിട്ട് ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഈ ബംഗ്ലാവ് നിലമ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായി. ഫോറസ്റ്റ് ഓഫീസർമാരുടെ താമസ സ്ഥലമായും പിന്നീട് ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെയും വയർലെസ് ഓപ്പറേറ്റിംഗ് സെൻറ്ററിൻ്റെയും ഓഫീസായും ഇത് പ്രവർത്തിച്ചിരുന്നു. അതിമനോഹരമെന്ന് വിശേഷിപ്പിക്കാവുന്ന നിർമ്മിതി. ഈ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും വീട്ടിയുമാണെന്ന് പറയപ്പെടുന്നു. ആയിരത്തി 1924 ഇന്നത്തെ നിലയിൽ ബംഗ്ലാവ് പുനർനിർമ്മിക്കപ്പെട്ടത്. ഇതിനു മുമ്പ് 1921 മലബാർ കലാപകാലത്ത് പഴയ ബംഗ്ലാവ് കത്തിനശിച്ചിരുന്നു. നിലമ്പൂരിലെത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ 1928 സർക്കിട്ട് ബംഗ്ലാവ് നിർമ്മിച്ചു. 1968 നടന്ന നക്സൽ അക്രമകാലത്തും DFO ബംഗ്ലാവ് ഉപേക്ഷിക്കപ്പെട്ടു. DFO ബംഗ്ലാവിനെ ചരിത്ര മ്യൂസിയമാക്കി മാറ്റാൻ വനം വകുപ്പ് പദ്ധതിയിട്ടിരുന്നു. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിമനോഹരമായ ഈ നിർമ്മിതി സിനിമാ നിർമ്മാതാക്കളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. നിലമ്പൂരിലെത്തുന്ന സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ബംഗ്ലാവ് നിൽക്കുന്ന സ്ഥലം ബംഗ്ലാവിൻ കുന്ന് എന്ന് അറിയപ്പെടുന്നു.